ഹലോ ഗൈസ്, നിങ്ങളിന്ന് തമ്പ്നെയിലിൽ കാണുന്നത് പോലെ സാക്കിയുടെ ബർത്ത്ഡേ വ്ളോഗാണ് ഇത്. പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം 1 വീക്കായി. ബർത്ത്ഡേ കഴിഞ്ഞു, സെലിബ്രേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പെട്ടെന്ന് വർക്കിനും കയറി. കുറച്ച് തിരക്കായിപ്പോയി. നമ്മുടെ ഓണപ്പരിപാടി വന്നു അത് കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് വർക്കിന് കയറേണ്ടി വന്നു. അതിൻ്റെ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. സോറി ഫോർ ദാറ്റ്. പക്ഷേ സാക്കിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഫസ്റ്റ് ബർത്ത്ഡേ നമ്മുടെ ലൈഫിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഡേ ആയിരുന്നു അത്. ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കുറേ എന്താ പറയുക, നമ്മളിവിടെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. എങ്കിലും നമ്മളത് പ്ലാനിങ്ങും കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റി. ബട്ട് സ്റ്റിൽ ഒരു നല്ലൊരു ഡേ ആയിരുന്നു, നല്ല മെമ്മറീസ് ഉള്ള ഒരു ഡേ ആയിരുന്നു നമുക്കത്. അപ്പം അത് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ സോ എക്സൈറ്റഡ് ആൻഡ് ഐ വോണ്ട് ടു ഡോക്യുമെൻറ്റ് ദാറ്റ്. അപ്പം ബർത്ത്ഡേ വ്ളോഗ് കംപ്ലീറ്റ് കാണുന്നതിന് മുന്നേ സാക്കിയുടെ ഒരു എൻ്റെ ഒരു പ്രഗ്നൻസി ഒന്നും കംപ്ലീറ്റ് കാണിക്കുന്നില്ല. ഫ്രം ജെൻഡർ റിവീൽ ടു 1 year എത്തുന്നത് വരെ ഉള്ള കുറച്ച് സമയം ഞാനത് കാണിക്കാൻ ഓർത്തു. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് വ്ളോഗിലോട്ട് തിരിച്ചു വരാം. My boy, I will love you for whatever you are. അതെ, ഇന്നാണ് ആ ദിവസം, സാക്കിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. രാവിലെ എണീറ്റ് പരിപാടി തുടങ്ങി കേട്ടോ. തലേദിവസം രാത്രി തൊട്ടേ സത്യം പറഞ്ഞാൽ തുടങ്ങിയതാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഏകദേശം 12 മണി വരെയൊക്കെ നിന്ന് കുറേ പരിപാടിയൊക്കെ ഒതുക്കിയിട്ടാണ് കേട്ടോ പോയത്. സാക്കിയുടെ ബർത്ത്ഡേ ആക്ച്വലി ഓഗസ്റ്റ് 29 പക്ഷെ നമ്മൾ 31 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഒരു റീസൺ 31 സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവായിരിക്കും. അപ്പോൾ പ്രോഗ്രാമിന് ഏകദേശം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. പിന്നെ സാക്കിയുടെ ആക്ച്വൽ ബർത്ത്ഡേയുടെ അന്ന് ഒന്ന് സ്ലോ ആയിട്ട് ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഓർത്തെ. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നല്ല പീസ്ഫുൾ ആയിരുന്നു. സാക്കി ജനിച്ച ദിവസം നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യുകയും അവൻ്റെ കയ്യിൽ കിട്ടിയപ്പം നമ്മുടെ ഫീലിങ്സും അവൻ്റെ ഫസ്റ്റ് ക്രൈയും ഒക്കെ ഞങ്ങളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ അന്നത്തെ ദിവസം.
ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. ഇനി അങ്ങനെ ഒരു മൊമെൻറ്റ് ലൈഫിൽ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ കമ്മിങ് ടു ദ പ്രസൻറ്റ് ഡേ, സാക്കിയുടെ ബർത്ത്ഡേയുടെ തീം ഞങ്ങൾ ജംഗിളാണ് കേട്ടോ വെച്ചേക്കുന്നത്. വൈൽഡ് വൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ, ഓറഞ്ച്, ബ്രൗൺ ഷെയ്ഡിലൊക്കെയാണ് ബലൂൺസൊക്കെ വെച്ചേക്കുന്നത്. അതുപോലെ നമ്മൾ കുറച്ച് റിട്ടേൺ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പാക്ക് ചെയ്തു. തലേദിവസം രാത്രി ഞങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ചു കേട്ടോ. വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലാത്ത പോലെ തോന്നി. അപ്പോൾ രാത്രി തന്നെ നമുക്കിവിടെ ഹെൽപ്പ് ധൈര്യമായി ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ വിളിച്ചു. അതിലൊരാളാണ് ലിൻസി ആൻഡ് സീഡൻ ചേട്ടൻ. അതേപോലെ നമ്മുടെ ഇവിടുത്തെ കെനിയൻ ഫാമിലിനെ എല്ലാം പരിചയപ്പെടുത്താം കേട്ടോ. ഓഗസ്റ്റ് 31 എല്ലാവർക്കും ഒരു പാക്ഡ് ഡേ ആയിരുന്നു. നമ്മുടെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഓണർ സെലിബ്രേഷൻ അന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് മൂവ് ചെയ്യുന്ന ദിവസമായിരുന്നു. വേറൊരു ഫ്രണ്ടിൻ്റെ കൊളിക്കിൻ്റെ കല്യാണമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു കാര്യങ്ങളൊക്കെ. ബട്ട് ക്ലൈമറ്റ് വൈസ് വി വർ ലക്കി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഔട്ട്ഡോർ ആണ് പ്രോഗ്രാം. സണ്ണിഡേൽ പാർക്കാണ് ഈ പാർക്കിൻ്റെ പേര്. പാർക്കിൽ വെച്ച് നടത്തുമ്പോൾ ഓഫ് കോഴ്സ് ക്ലൈമറ്റ് നന്നായിരിക്കണമല്ലോ. അന്നത്തെ ദിവസം തണുപ്പൊന്നും ഇല്ലാണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. കഴിഞ്ഞ വീക്കും ഞങ്ങൾ അതേപോലെ ഒരു ടെൻഷൻ അടിച്ച കാര്യമാണ്. കാരണം ക്ലൈമറ്റ് ഒന്ന് മാറാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. നമ്മുടെ സമ്മറൊക്കെ കഴിഞ്ഞിട്ട് ഫോളിലോട്ട് ആവുന്നതിൻ്റെ ഒരു ക്ലൈമറ്റ് ആയി തുടങ്ങിയായിരുന്നു. അപ്പം എന്തായാലും അന്നത്തെ ദിവസത്തെ ക്ലൈമറ്റ് എന്തായാലും നല്ലതായിരുന്നു. ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടുവെച്ചോടോ എന്ന് പറയുന്നത് പോലെ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നേ. ന്യൂ ബോൺ ടു 12 months സാക്കിയുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ ഒരു കസിൻ ഒരു ഫ്രെയിം ഡെക്കർ ചെയ്ത് തന്നു കേട്ടോ. അവന് 10 മാസം ആയപ്പോഴാണ് അത് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് നമ്മൾ വെക്കണമായിരുന്നു അതിൻ്റെ അകത്ത്. സൈസ് നമ്മൾ മെഷർ ചെയ്തത് സെൻറ്റിമീറ്ററിലും അവർ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് തന്നത് ഇഞ്ചിലുമാണ്. അത് ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. അത് പിന്നെ പോയി ഒന്നും കൂടെ പ്രിൻ്റ് എടുക്കേണ്ടി വന്നു. എന്തായാലും സംഭവം നല്ല സെറ്റ് ഡെക്കറായിരുന്നു കേട്ടോ. തനൂസ് എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ്. ആൾ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. റീൽ ആൻഡ് ഷോർട്സിലൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് നല്ലതായിരുന്നെങ്കിലും കാറ്റുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. അതുകൊണ്ട് ബലൂണൊക്കെ പറന്നു പോവുമായിരുന്നു. പിന്നെ ബാക്ക് ഡ്രോപ്പിൽ സാറ്റിൻ മെറ്റീരിയൽ ആയിരുന്നതുകൊണ്ട് അതിലൊന്നും സ്റ്റിക്ക് ചെയ്തിരിക്കുന്നില്ലായിരുന്നു. പിന്നെ നൂലും സൂചിയും വെച്ചാണ് എല്ലാം തയ്ച്ച് വെച്ചത്. സാക്കിയുടെ കട്ടൗട്ടും അക്ബർ സാക്കി എന്ന് എഴുതിയതും ഒക്കെ നാട്ടിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. ഇക്കയുടെ പപ്പാടെ ചേട്ടനാണ് ചെയ്തത്. ഞങ്ങൾ ചെയ്യാനേ നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്തത് സീഡൻ ചേട്ടൻ, ലിൻസി, അബി, ഷംലിക്ക, ജസ്ന ഒക്കെയാണ് കേട്ടോ. അബിയാണ് ഈ വീഡിയോസൊക്കെ ഇന്ന് നമുക്ക് എടുത്തു തന്നത്. ചെറിയ ഡെക്കർ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. പാർക്കിലായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ഫുള്ള് കളയണ്ടെന്ന് ഓർത്തു. ഇഷ്ടമായെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. 4 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 3:30 ഞങ്ങൾ ഡെക്കർ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ. പിന്നെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയേ. കാറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് നേരത്തെ നമുക്ക് ഡെക്കർ ചെയ്ത് വെക്കാനും പറ്റില്ലല്ലോ. എല്ലാം കറക്റ്റ് ടൈമിലായിരുന്നു. പക്ഷേ ആ ഒരു സാറ്റിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് വട്ടം ചുറ്റിച്ചു കേട്ടോ. ഷംലിക്ക ആൻഡ് അബിയാണ് ഞങ്ങൾ വരുന്നത് വരെ ഡെക്കറിൻ്റെ കാവിൽ നിന്നത്. ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടേ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിലാണ് ഇവിടെ പാർട്ടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സ്പോട്ട് പോകാണ്ടിരിക്കാൻ അവരിവിടെ നിന്നു. ഇനി നമ്മുടെ ഫോട്ടോ സെഷൻ. ദേ നിൽക്കുന്നത് നമ്മുടെ കഥാനായകൻ. സാക്കി അന്ന് നല്ല മൂഡായിരുന്നു കേട്ടോ. കുറേ ചിരിച്ചൊക്കെ നിന്നു. അതുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ ഒത്തിരി കിട്ടി. ഈ വീഡിയോയുടെ എൻഡിലെ അന്നെടുത്ത പിക്ചേഴ്സ് ആൻഡ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഫാസ്റ്റ് ഫോട്ടോഗ്രാഫി ആയിരുന്നു കേട്ടോ അന്ന് വീഡിയോസ് ആൻഡ് ഫോട്ടോ എടുത്തത്. അവർ ഫാമിലി പോലെ നിന്ന് കുറേ നല്ല ഫോട്ടോസ് എടുത്തു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നേ അന്ന്. എൻ്റെ വർക്ക് പ്ലേസിലെ ഫ്രണ്ട്സാണ് കേട്ടോ ഇത്. എന്ത് കാര്യത്തിനും എനിക്ക് വിളിക്കാൻ പറ്റുന്ന കുറച്ച് പേർ. പാർക്കിലായതുകൊണ്ട് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റിയെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. എല്ലാവരും ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോഴേ ഒരു സന്തോഷമാണ്. നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷനാണല്ലോ, എല്ലാവരെയും കെയർ ചെയ്യാൻ പറ്റുമോ, നമുക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ. നമുക്ക് അന്ന് വന്നത് എല്ലാവരും അത്ര ക്ലോസ് ആയിട്ടുള്ളവരാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ആൻസൈറ്റി ആയിരുന്നു കേട്ടോ അത്. ഫോട്ടോ സെഷനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റാണെന്ന് നോക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട്. ഇത് ജിതി, കുഞ്ഞാപ്പു, അല്ലൂക്ക, അന്നസിയാണ്. ജിതി ആൻഡ് കുഞ്ഞാപ്പു ഇക്കയുടെ സിസ്റ്റേഴ്സാണ് കേട്ടോ. ജിതിയുടെയും അല്ലൂക്കയുടെയും ബേബിയാണ് ഞങ്ങളുടെ എസിപ്പു. കഴിഞ്ഞ ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്കി എസിയും ഡേ കെയറിൽ ഒരുമിച്ചാണ് പോകുന്നതെന്ന്. പിന്നെ ഇതാണ് സേട്ടു ആൻഡ് ജോയൽമോൻ. സേട്ടു ഗൾഫിലോട്ട് 2 days മുന്നേ മൂവ് ചെയ്യേണ്ടതാണ് കേട്ടോ. സാക്കിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് മൂവിങ് പോസ്റ്റ്പോൺ ചെയ്തതാണ്. ജോയൽമോൻ പിന്നെ കിലോമീറ്റേഴ്സ് താണ്ടി സഡ്ബറിൽ നിന്നാണ് സാക്കിയുടെ ബർത്ത്ഡേക്ക് വന്നത്. ഇത് റോസു ആൻഡ് അതിൻ. ഇവരെ ഏകദേശം 6 hours യാത്ര ചെയ്തിട്ടാണ് കേട്ടോ സാക്കിയുടെ ബർത്ത്ഡേക്ക് എത്തിയത്. ലിൻസി ആൻഡ് സീഡൻ ചേട്ടൻ. വ്ലോഗ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവരെ കുറിച്ച്. ഇത് ഐഷു. ചുമ്മാ കപ്പിളായിട്ട് ക്യാൻറ്റീനിൽ പഠിക്കാൻ വന്നിട്ടേ ഇപ്പോൾ ഒക്കത്തൊരു ബേബിയായിട്ട് നടക്കുന്ന എന്നെ പോലെയുള്ള വേറൊരു ഫ്രണ്ട്. നമ്മളങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തിന് കേക്ക് കെട്ടിയാവേ. Happy birthday to you. Happy birthday. Happy birthday to you. അങ്ങനെ മനോഹരമായി കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഒരുപാട് മധുരമൊന്നും ഇല്ലാത്ത നല്ല കേക്ക്. ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. മാറി നിൽക്കുന്ന എല്ലാവരും കടന്നു വരൂ.
ഈ വിളിയോടെ ഫുഡിങ് പരിപാടിയിലോട്ട് കിടക്കാം. ഫുഡ് നമ്മൾ മിസ്സിസാഗിൽ നിന്നാണ് എടുത്തത്. നമ്മുടെ ഫ്രണ്ട്സ് കിച്ചണിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പിക്ക് ചെയ്തുകൊണ്ട് വന്നു. അലീഷ, ഷക്കീലിക്ക ആൻഡ് കുഞ്ഞായിച്ചുമ്മി അവരാണ് കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള ഫ്രണ്ട്സ്. ഐഷേനെയും നന്ദനേനെയും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അല്ലേ. നന്ദന ഓണ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നതാണ് കേട്ടോ. അതാണ് മലയാളി മങ്കിയായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നത്. നമ്മൾ കൊടുത്ത റിട്ടേൺ ഗിഫ്റ്റൊക്കെ എക്സ്ട്രാ ബേബി തുറന്ന് നോക്കുകയാണ് കേട്ടോ. സന്ധ്യയായേ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ പോകാൻ തുടങ്ങും. നമ്മൾ പ്രോഗ്രാം പതുക്കെ റാപ്പപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഫ്രണ്ട്സിനെ എല്ലാവരെയും പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു ഈ വ്ളോഗിൽ. പക്ഷേ ഒരുപാട് പേരെ കാണിക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മുടെ ഫുഡ് സെർവ് ചെയ്യാനും അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ പ്രോഗ്രാമിൽ. സാക്കിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ എന്തായാലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച 2 പേരായിരുന്നു ജസ്ന ആൻഡ് ഷംലിക്ക. ശരിക്കും 3 പേരുണ്ട്, ജസ്ന, ഷംലിക്ക ആൻഡ് ഐദുട്ടൻ. അവരുടെ മോനാണ് കേട്ടോ ഐദു ഇപ്പോൾ നാട്ടിലാണേ. ഇതേ ഡേറ്റിൽ തന്നെ ജസ്നയുടെ കൊളിക്കിൻ്റെ കല്യാണം ഉണ്ടായിരുന്നേ. 6 മന്ത്സിന് മുന്നേ അവർക്ക് ഡേറ്റ് അറിയായിരുന്നു. പക്ഷേ സാക്കിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതേ ഡേറ്റിലാണ് ഞാൻ അവളോട് പറഞ്ഞപ്പോഴേക്കും അന്ന് അവളത് എന്നോട് പറയാൻ വിട്ടുപോയിട്ടോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. അപ്പോഴേക്കും നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അങ്ങനെ അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റാത്തത് ഞങ്ങൾക്കും അവർക്കും നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സാക്കിയുടെ ബർത്ത്ഡേ വ്ളോഗ്. സാക്കിക്ക് 1 വയസ്സായെന്നേ ഞങ്ങൾക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഇന്നലെ അവനെ കൈ കിട്ടിയതുപോലെയായിരുന്നു. ഇനി അന്നെടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം കേട്ടോ. കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി, കൊഞ്ചിവ കൺമണി നെഞ്ചിലെ പൊന്മണി. താനന 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 നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോ മനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. അരികിൽ നീ കൊഞ്ചും നാദമായി, മടിയിൽ നീ